മോഹൻ വർഗീസ്, എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതൊരു തമ്മിൽ തല്ലി പിരിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ? ശ്രീ മഞ്ജുഷ്, സ്വാഭാവികമായ ഒരു അലയൻസ് ആണ് എങ്കിൽ ഒരിക്കലും തല്ലിപ്പിരിയാനുള്ള ഒരവസരമില്ല. ഇത് ഒരു പ്രത്യേക ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി മാത്രമായി ഉണ്ടാക്കിയെടുത്ത ഒരു ടാക്ടിക്കൽ അലയൻസ്, അധികാരം പങ്കിടുക എന്ന ഒറ്റ പ്രോഗ്രാം, അല്ലാതെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമോ നാച്ചുറൽ അലയൻസോ ഒന്നും തന്നെയല്ല. അത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ ടർഫിൽ തന്നെയാണ് മറ്റ് റീജിയണൽ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ ഇൻട്രസ്റ്റും അതത് തങ്ങളുടെ റീജിയണൽ പാർട്ട്ണറുടെ ഇൻട്രസ്റ്റും ഡൈവേർജൻറ്റ് രീതിയിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു ബാസ്റ്റ്യനായിരുന്നു. റായ്ബറേലി, അമേധി മാത്രമായിട്ട് ചുരുങ്ങുകയാണ് കോൺഗ്രസിൻ്റെ സ്വാധീന മേഖല, അല്ലെ സുൽത്താൻപൂർ മേഖല കൂടി. എന്നാൽ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ ചിറകിൻ കീഴിൽ ഒളിക്കേണ്ട ഒരവസ്ഥയിലാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മെഗലോ മാനിയ എക്കാലത്തുമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഖ്യകക്ഷികളുമായി വേണ്ട വിട്ടുവീഴ്ച, വിലപേശലിനോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി നീങ്ങിയത്. പക്ഷേ തങ്ങളുടെ ടർഫ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും പരസ്പരം അവരവരുടെ പോച്ചിങ് ഗ്രൗണ്ടിലേക്ക്, അവരവരുടെ ഫീൽഡത്തിലേക്ക് കടന്നിറങ്ങേണ്ടി വരുന്നു. ഇതെല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നു. അത് തന്ത്രപരമായ ഒരു കൂട്ടുകെട്ട് എന്ന രീതിയിൽ തന്നെ ആ സമയത്തും, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അങ്ങനെ തന്നെയായിരുന്നുവല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. മോദിയെ താഴെ ഇറക്കുക, BJP യെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ അജണ്ടയായിരുന്നു, BJP വിരുദ്ധതയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയം ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതാത് പാർട്ടികൾക്ക് മേൽക്കോയ്മയുള്ള ടർഫുകളിൽ അവർ അവരുടേതായ കളി തന്നെ പുറത്തെടുക്കും, അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കാര്യങ്ങൾ സംഭവിക്കുകയാണല്ലോ. പാർലമെന്റിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല BJPക്ക്. സഖ്യകക്ഷികളുടെ സഹായത്തോടെ NDA സഖ്യമായിട്ടാണ് ഭരിക്കുന്നത്. അവിടെ പരമാവധി പ്രതിരോധമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിയുമായിരുന്നുവല്ലോ ഇന്ത്യ സഖ്യത്തിന്. അതെന്തുകൊണ്ട് ഉണ്ടാകാതെ പോകുന്നു? ഇപ്പോൾ ശരിയാണ്, ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള നീക്കത്തിൽ ഒരുമിച്ച് തന്നെ ഇന്ത്യ സഖ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അങ്ങനെയല്ലല്ലോ. ഒരു പൊതുചിത്രം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂപപ്പെട്ടത് തന്നെ ഈ പാർലമെന്റിലെ അവരുടെ നിലപാടിനെ ചൊല്ലി തന്നെയാണ്, അല്ലെ? ഇവിടെ ഇതിന്റെ ഇരിപ്പ് വശമെന്ന് പറയാം. അതായത് സംസ്ഥാനങ്ങളിലെ ഇരിപ്പ് വശവും കേന്ദ്രത്തിലെ ഇരിപ്പ് വശവും രണ്ടാകാൻ തക്ക ഒരു വലിപ്പവും മെച്യൂരിറ്റിയും ഇന്ത്യ അലയൻസിന് ഉണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പടലപിണക്കങ്ങൾ വേണ്ട രീതിയിൽ സഖ്യകക്ഷികളെ തെരഞ്ഞെടുപ്പിന് പരിഗണിച്ചില്ല. പ്രത്യേകിച്ച് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അതിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായില്ല. പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് അത്ഭുതകരമായ രീതിയിൽ അവർ ഒരുമിച്ച് വരുന്നു. സാമാന്യം തരക്കേടില്ലാത്ത നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. രണ്ട് പ്രധാന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, അവിടെ നിന്നാണ് 80 സീറ്റ് ഉത്തർപ്രദേശിലും 48 സീറ്റ് മഹാരാഷ്ട്രയിലും കടന്നു വരുന്ന പ്രധാന സംസ്ഥാനങ്ങളിൽ ഈ സംഭവം ക്ലിക്കായി. ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി ഈ സമീപകാലത്തെ ഏറ്റവും ദൃഢമായ നിലയിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് എത്രയും വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് വീണ്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിൽ ഏതാണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. അത് ആം ആദ്മി പാർട്ടിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാഴ്ച മഹാരാഷ്ട്രയിൽ കണ്ടു. അങ്ങനെയെങ്കിൽ തങ്ങളുടേതായ ഫീഫ്ഡം DMK ഈസ് ഫിയർസ്ലി ഡിഫെൻഡിങ് ദർ ഫീഫ്ഡം ഇൻ തമിഴ്നാടു. അതുപോലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഈസ് ഡൂയിങ് എ സ്പെക്ടാക്കുലർ ജോബ് ഇൻ വെസ്റ്റ് ബംഗാൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതിൽ ഈ സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണെങ്കിൽ കൂടി പാർലമെന്റിൽ എന്തുകൊണ്ട് യോജിച്ചുള്ള ഒരു പ്രതിഷേധത്തിന് കഴിയുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, പാർലമെന്റിൽ വന്നപ്പോഴേക്കും ഈ കോൺഗ്രസിന്റെ അവരുടെ ഒരു രീതി മാറുകയാണോ ഉണ്ടായത്? ഇപ്പോൾ ഒറ്റ ബ്ലോക്കായിട്ട് ഇരിക്കുവാൻ പോലും
കഴിയുന്നില്ല ഇന്ത്യ മുന്നണിക്ക്. അതിന് സഖ്യ പാർട്ടികൾ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. ആ രീതിയിൽ ഉള്ള ഒരു ഇന്റിമേഷൻ സ്പീക്കർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് കഴിഞ്ഞില്ല കോൺഗ്രസിന്. അത് മനഃപൂർവ്വമായിരുന്നു കോൺഗ്രസ് ആ രീതിയിൽ പ്രവർത്തിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ ലോക്സഭയിൽ ഒറ്റ ബ്ലോക്കായിട്ട് ഇരിക്കുവാൻ സാധിക്കുമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്. പക്ഷേ കോൺഗ്രസ് അത് മുൻനിരയിൽ തന്നെ ഇരിപ്പിടം കിട്ടുന്നതിനും ഇല്ലേ, കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ചിരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു എന്നുള്ളതാണ് സഖ്യ പാർട്ടികളുടെ ഒരു എതിർപ്പ് അവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും ഇവിടെയാണ് ഫ്ലോർ മാനേജ്മെന്റ് എന്നാണ് ഇതിന് പറയുക. സാങ്കേതികമായി പറഞ്ഞാൽ ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു മുന്നണി സംവിധാനത്തിലെ സമാന മനസ്കരായ ഘടകകക്ഷികൾ ഒരുമിച്ച് കൂടി തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ആ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ട വേദിയാണ് പാർലമെന്റിന്റെ ഫ്ലോർ. ഈ മാനേജ്മെന്റ് നടക്കുന്നത് ലോബികളിലാണ്. അതിനുശേഷം അവർ സ്പീക്കറെ കണ്ട് ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കണം. അത് മാത്രമല്ല പാർലമെന്ററി കാര്യ സമിതിയിൽ ആർക്കെല്ലാമാണ് എത്രയെല്ലാമാണ് അവസരങ്ങൾ ലഭിക്കേണ്ടത്, സംസാരിക്കാനുള്ള അവസരം ആർക്കാണ്, എത്ര മിനിറ്റ് വെച്ചാണ് എന്നതേക്കുറിച്ച് ഒരു ധാരണയുണ്ടാകണം. സാധാരണഗതിയിൽ കക്ഷികളുടെ അംഗസംഖ്യയ്ക്ക് അനുരൂപമായ ഒരു ശതമാനക്കണക്കിലുള്ള സമയമാണ് ഓരോ കക്ഷികൾക്കും അനുവദിക്കുന്നത്. ആ കക്ഷിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ 100 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് ആകെ അംഗസംഖ്യയുടെ എത്ര ശതമാനമാണോ 100 എന്ന് പറയുന്നത് അതൊരു 5-1 വരും. ആ 5-1 സമയം കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അത് ആർക്കെങ്കിലും ഒരാൾക്ക്, ശശി തരൂർ എന്ന ആൾക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ ഒരാൾക്കായിട്ട് ആ സമയം മുഴുവൻ കൊടുക്കണോ, കോൺഗ്രസിലെ തന്നെ 5 പേർക്കായിട്ട് കൊടുക്കണോ, അതോ ചെറിയ ഘടകകക്ഷികൾക്ക് ബ്ലോക്കായിട്ടിരിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് അത് ഒരു പരാജയമായിട്ട് തന്നെ കാണേണ്ടതാണ്. പക്ഷെ താങ്കൾ കുറ്റപ്പെടുത്തുന്ന ഇക്കാര്യത്തിലൊക്കെ, അതായത് പൊതുവായ ചിത്രം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഭിന്നതയിൽ തർക്കത്തിൽ താങ്കൾ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെയാണോ അതോ സഖ്യകക്ഷികളെയാണോ? ഇത് രണ്ടും ഈ ആശാരിയുടെ പണിക്കുറവും തടിയുടെ വളവും ഇതിനകത്ത് ഒരുപോലെ അന്തർലീനമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തണം. മുൻകാലങ്ങളിലെ ഇന്ദിരാഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ രാജീവ് ഗാന്ധിയുടെയോ കാലത്തെ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഈസ് എ പെയിൽ ഷാഡോ ഓഫ് ഇറ്റ്സ് ഇലസ്ട്രിയസ് പാസ്റ്റ്. ഇത് സ്വയം മനസ്സിലാക്കണം. അത് മാത്രമല്ല, സഖ്യകക്ഷികൾക്ക് വേണ്ട ആദരം കൊടുക്കണം പാർലമെന്റിനുള്ളിൽ. ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് വിസിബിലിറ്റി, സ്പേസ് ആൻഡ് ടൈം. പാർലമെന്റിനുള്ളിൽ ഈ വിസിബിലിറ്റി അവരവരുടെ സംസ്ഥാനത്ത് നേട്ടമായി വരും. ആ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് മുൻനിര പ്രതിപക്ഷ ബെഞ്ചുകൾ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കൾ കൈയടക്കുമ്പോൾ ഈ വെറുതെ മമതാ ബാനർജി നിയോഗിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആളും അഖിലേഷ് യാദവ് നിയോഗിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ ആളുകളും NCP ശരത് പവാറിന്റെ ആളുകളും എല്ലാം ലാലുവിന്റെ ആൾക്കാരും എല്ലാം 2ാം നിരയിലേക്ക് ഒതുക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ അപ്രമാദിത്വം പറയാതെ പറഞ്ഞു വെക്കുകയാണ്.